ജില്ലയിലെ 1400 പട്ടികജാതി പട്ടികവർഗ കോളനികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ 3 വർഷത്തിനകം മെച്ചപ്പെടുത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജയമോഹൻ. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാണ് മുൻഗണന. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മണലിപ്പച്ച ഇലവംകുന്ന് ഭരതന്നൂർ കോളനി റോഡിന്റെയും ഇലവംകുന്ന് കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ അശോകന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ടി അജയൻ സ്വാഗതം പറഞ്ഞു. 10 ലക്ഷം രൂപ ചിലവിട്ടാണ് മണലിപ്പച്ച ഇലവംകുന്ന് ഭരതന്നൂർ കോളനി റോഡ് നിർമ്മിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം എസ് ജയമോഹൻ നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും ഉറപ്പ് നൽകാതെ ഏതെങ്കിലും സ്ഥാനാർത്ഥി പോയിട്ടുണ്ട്, എത്ര ഉറപ്പ് കണ്ടവരാ ഞങ്ങളെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നതും ചെറുതായി നമ്മൾ ചെവി കേട്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ കരുതി ഈ പറഞ്ഞവർക്കും ഒപ്പിട്ടവർക്കും ഒക്കെ പലരും കേട്ടുമടുത്തതുപോലല്ല ഈ കാര്യം ഒന്ന് പ്രാവർത്തികമാക്കി കൊടുക്കാൻ ആദ്യ പദ്ധതി അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്ന ഒരു താല്പര്യം ഞങ്ങളുടെയും ഉള്ളിലുണ്ടായി. കാരണം ഇവിടെ ഭരതന്നൂർ മേഖലയിലാണ് താമസിക്കുന്നതെങ്കിലും നെടിയറയുമായി ബന്ധമുള്ളവരും അവിടുന്ന് വന്ന് ഇവിടെ താമസിക്കുന്നവരും ഇവിടുത്തെ അവിടെ വരികയും ഒക്കെ ചെയ്ത് പലപ്പോഴും പല ദിവസങ്ങളിലും മിക്കവാറും ദിവസങ്ങളിൽ കാണുന്നവരുടെയൊക്കെ മുമ്പിൽ എന്തോ ആയി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതങ്ങ് ആവുമെന്ന് പറയുന്നതിലും നല്ലത് പെട്ടെന്ന് ആയതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്രുതഗതിയിൽ ഉള്ളൊരു പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ പ്രാധാന്യം നൽകിയത്. 50 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി 10 ലക്ഷം രൂപ ചെലവിട്ടാണ് ഇലവംകുന്ന് കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത്. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR ബാലചന്ദ്രൻ നിർവഹിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല വിജയൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.